ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് PT 365 എക്കോണമിയാണ്. പൊളിറ്റി നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എടുത്ത് കാണണം. നമുക്കിന്ന് എക്കോണമിയുടെ 1 ഇയർ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾ എക്കോണമിയുടെ ടോപ്പിക്കുകളായിരിക്കും. നമുക്ക് അതിൽ ഒരുപാട് ടോപ്പിക്കുകൾ നോക്കാനുണ്ട്. വിഷൻ ഇയർലി ബേസിലാണ് ക്ലാസ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഓൾറെഡി ഗ്രൂപ്പിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെലിഗ്രാം ചാനൽ ഉണ്ട്, അതിലേക്ക് ഞാൻ ഒന്നും കൂടി അതിലേക്ക് അയക്കാം. ഈ ക്ലാസ് അതുപോലെ തന്നെ മറ്റുള്ള ഫ്രീ ക്ലാസ്സുകളുടെ ഒക്കെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്ന ടെലിഗ്രാം ചാനലിലൂടെയാണ്. ടെലിഗ്രാം ചാനൽ ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കപ്പോ ഇന്ന് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഒരുപാട് എക്കോണമി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്കോണമി കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറ് പ്രിലിംസിന്. അതുകൊണ്ട് എക്കോണമി നന്നായിട്ട് നോക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഒരുപാട് ടോപ്പിക്കിലൊക്കെ നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഫിസിക്കൽ പോളിസി, ലേബർ, എംപ്ലോയ്മെന്റ്, അഗ്രികൾച്ചർ, അങ്ങനെ തുടങ്ങിയുള്ള ഓരോരോ വ്യത്യസ്ത ടോപ്പിക്കിൽ നമുക്കത് എന്ത് ചെയ്യാനുണ്ട്, കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിൽ നമുക്ക് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള അതിലായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ ടോപ്പിക്കുകൾ. ഓരോ ദിവസവും ഓരോരോ ടോപ്പിക്കുകളായിട്ട് നമുക്ക് ആ ടോപ്പിക്കിന്റെ കീഴിൽ ഒരുപാട് പോയിന്റുകൾ പഠിക്കാനുണ്ട്, ഒരുപാട് ന്യൂസുകൾ പഠിക്കാനുണ്ട്. ആ രീതിയിലായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. ഇത് കൂടാതെ മുമ്പത്തെ പൊളിറ്റിയുടെ ക്ലാസ്സുകൾ, കറണ്ട് അഫയേഴ്സിന്റെ തന്നെ പൊളിറ്റി ക്ലാസ്, കൂടാതെ നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുന്ന ആർട്ട് ആൻഡ് കൾച്ചർ, മോഡേൺ ഹിസ്റ്ററി, അങ്ങനെ തുടങ്ങിയ ആൻഷ്യന്റ് ഹിസ്റ്ററി, മെഡീവല് തുടങ്ങിയ ഒരുപാട് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ലിങ്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇനി ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ നടക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അതൊക്കെ അറ്റൻഡ് ചെയ്യുക എല്ലാവരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മെയിൻസ് ഓറിയന്റഡും പ്രിലിംസ് ഓറിയന്റഡും ഇന്റർവ്യൂ അടക്കം ഡീറ്റെയിൽ ആയിട്ട് ഫൗണ്ടേഷൻ മുതൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ UPSCയുടെ ഫൗണ്ടേഷൻ പ്ലസ് PCM പ്രോഗ്രാം ഉണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാവുന്നതാണ്. 2025 പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി പുതിയ ബാച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ ഉള്ള നമ്പറുമായിട്ട് 8590840250 എന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് ഇന്ന് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് GDP എസ്റ്റിമേഷൻ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ന്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. GDP എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ന്യൂസ് വരാൻ കാരണം ഇന്ത്യയുടെ റിയൽ GDP ഗ്രോത്ത് ഏകദേശം എത്ര ഉണ്ട്, 7.8 ഉണ്ടായിട്ടുണ്ട്. 2023-24 കാലഘട്ടത്തിൽ 7.8 ആണ് ഉള്ളത്. അപ്പം നമ്മളിപ്പോ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി. GDP എന്ന് പറഞ്ഞാൽ എന്താ? GDP എന്ന് പറയുമ്പം ഗ്രോസ് ആണ്, നെറ്റ് അല്ല, ഗ്രോസ് ആണ്, ടോട്ടൽ ആണ്. അപ്പൊ ഇത് കുറയ്ക്കുന്നില്ല. ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അത് ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ടെറിട്ടറി, ഇന്ത്യ എന്നുള്ള ടെറിട്ടറിന്റെ ഉള്ളിൽ നമ്മൾ ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ, ഓക്കെ, അതിന്റെ മണി വാല്യൂ. അപ്പം ഓൾ മണി വാല്യൂ ഓഫ് ദി ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഇന്ത്യൻ ടെറിട്ടറി. ടെറിട്ടറിന്റെ ഉള്ളിലാണ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഉള്ളിലായാൽ മതി, ആരുണ്ടാക്കുന്ന പ്രശ്നമില്ല. ഇപ്പൊ ഒരു വിദേശത്തുള്ള ആളുകൾ വന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കിയാലും അത് ഏതിൽ ഉൾപ്പെടുത്തും, നമ്മുടെ GDP-യിൽ ഉൾപ്പെടുത്തും. അതേ സമയത്ത് ഇന്ത്യക്കാർ പുറത്തുനിന്ന് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടല്ലോ, അത് ഏതിൽ ഉൾപ്പെടുത്തൂല്ല, GDP-യിൽ ഉൾപ്പെടുത്തൂല്ല, GNP-യിലാണ് ഉൾപ്പെടുത്തുക. ജസ്റ്റ് പറഞ്ഞോളൂ സന്ദർഭമായിട്ട്. അപ്പൊ അതിൽ നമുക്ക് നോക്കാനുള്ള GDP കാൽക്കുലേഷൻ ഇന്ത്യയിൽ നടക്കുന്നത് എങ്ങനെയൊക്കെയാണ്? രണ്ട് കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. റിയൽ ഉണ്ട്, നോമിനൽ GDP ഉണ്ട്. ഒന്നാമത്തത് റിയൽ GDP എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. റിയൽ GDP എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് പ്രൈസ് എടുത്തിട്ടാണ് നോക്കുക. ഓക്കെ, അഥവാ മുമ്പുള്ള ഒരു ബേസ് ഇയറിലെ പ്രൈസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ മണി വാല്യൂ കാണുക. അതാണ് റിയൽ GDP. നോമിനൽ GDP അല്ലെങ്കിൽ അത് പറയുമ്പോൾ കറണ്ട് പ്രൈസ് ഉപയോഗിക്കുക. കറണ്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ പ്രൈസ് ഈ വർഷത്തെ പ്രൈസ് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവും, വിലക്കയറ്റം കൂടിയിട്ടുണ്ടാവും. അപ്പൊ അതും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് നോമിനൽ GDP എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുമ്പോൾ ഈ നോമിനൽ GDP-യുടെയും റിയൽ GDP-യുടെയും ആ റേഷ്യോ ഓഫ് ദി നോമിനൽ GDP ടു റിയൽ GDP. ഓക്കെ, അതെന്താ പറയുന്നത്? ദ ഇൻക്രീസ് ഇൻ GDP, ഓക്കെ, ഹയർ. അത് എന്തുകൊണ്ടായിരിക്കും അവിടെ GDP കൂടുക? ഹയർ പ്രൈസ്, അഥവാ ഔട്ട്പുട്ടിന് ഇൻക്രീസ് കൊണ്ടല്ല, പ്രൈസ് കൂടിയാൽ. ഉദാഹരണമായിട്ട് ഇപ്പം 10 രൂപയാണ് ഒരു സാധനത്തിന് വില. 10 രൂപക്ക് 100 യൂണിറ്റ് ആണ് ഇന്ത്യ കഴിഞ്ഞ വർഷം പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ എത്ര രൂപയാണ്?
1000 രൂപ നമ്മുടെ GDP. ഈ വർഷം ആ 10 രൂപ ഉള്ളത് 15 രൂപയായി. പക്ഷെ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ് സെയിം ആണ്. അപ്പൊ എത്ര GDP? 1500 ആയണ്ടോ. അപ്പൊ ഇവിടെ പ്രൈസേ കൂടിയിട്ടുള്ളൂ, എന്ത് കൂടിയിട്ടില്ല? പ്രൊഡക്ഷൻ കൂടിയിട്ടില്ല. അതാണ് നോമിനൽ GDP-യുടെ ഒരു പ്രശ്നം. ഇൻഫ്ലേഷൻ ഉണ്ടായാലും GDP കൂടിയ മാതിരി എന്ത് ചെയ്യും? കാണിക്കും കേട്ടോ. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് GDP ഡിഫ്ലേറ്റർ. എത്ര ശതമാനം ഇൻഫ്ലേഷൻ ഉണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരുപാട് അപ്രോച്ചുകൾ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും 3 അപ്രോച്ചാണ് നമ്മൾ പറയാറ്. ഒന്ന് പ്രൊഡക്ഷൻ അപ്രോച്ച്, രണ്ടാമത്തെ ഇൻകം അപ്രോച്ച്, എക്സ്പെൻഡിച്ചർ അപ്രോച്ച്. മൂന്നും സെയിം ആയിരിക്കും. ഇപ്പൊ നിങ്ങളെ വീട്ടിലൊരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് നിൽക്കാം. അപ്പൊ നിങ്ങൾക്ക് ആകെ ഒരു വരുമാനം അതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ 1000 രൂപ കിട്ടുന്നത് എന്ന് സങ്കല്പിച്ചാൽ നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് 1000 രൂപയാണ്. അങ്ങനെയും കണക്കാക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ 1000 രൂപ ചെലവാക്കാം. ഓക്കെ. ആ 3 രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഒരേ രീതിയിലാണ് GDP കിട്ടേണ്ടത്. പക്ഷെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രൊഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് വാല്യൂ ആഡഡ്, സംസ് ഓഫ് ദി വാല്യൂ ആഡഡ് ഈച്ച് സ്റ്റേജ്. ഓരോ ഘട്ടത്തിലും ഇപ്പം വാല്യൂ അഡീഷൻ നടക്കുന്നത് പ്രൊഡക്ഷന്റെ ബേസ്, എത്ര പ്രൊഡക്ഷൻ നടക്കുന്നത് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക? ആ മെത്തേഡിലൂടെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വാല്യൂ ആഡഡ് മെത്തേഡിലൂടെ. ഓക്കെ. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അപ്രോച്ച്. രണ്ടാമത്തെ ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ എത്ര ഇൻകം ഉണ്ട്, ടോട്ടൽ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഏൺ ചെയ്യുന്ന ഇൻകം. ഓക്കെ. ഇവിടെ പ്രൊഡക്ഷനിൽ 4 ഫാക്ടേഴ്സ് ഉണ്ടാവുക. ലേബർ, ലാൻഡ്, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എന്ന് പറയും. അവർക്ക് എത്ര ഇൻകം കിട്ടുന്നുണ്ട് നോക്കിയിട്ട് നമുക്ക് കണക്കാക്കുന്നതാണ് ഇൻകം അപ്രോച്ച്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ എത്രയാണ്. ഓക്കെ. നമുക്ക് കിട്ടുന്ന എക്സ്പെൻഡിച്ചർ നോക്കിയിട്ട് ഈ 3 മെത്തേഡാണ് പറയാറ്. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 3 മെത്തേഡിലും ഡാറ്റ കളക്ഷനിലും പ്രോസസിലും ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഈ 3 അപ്രോച്ച് നോക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട് കേട്ടോ. സെയിം ആയിട്ടാണ് വരേണ്ടത്, പക്ഷെ വ്യത്യാസം ഉണ്ടാവാറുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ GDP കാൽക്കുലേഷൻ ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 2014-15 നോക്കുകയാണെങ്കിൽ CSO, സെൻട്രൽ സ്റ്റാറ്റിസ് ഓഫീസ് എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയ സീരീസ് ഓഫ് നാഷണൽ അക്കൗണ്ട് സ്റ്റാറ്റിസ്റ്റിക് റിലീസ് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ബേസ് ഇയർ മാറ്റം വരുത്തിയിട്ടുണ്ട്. ബേസ് ഇയർ എന്ന് പറയുന്നത് GDP റിവൈസ് ചെയ്തിട്ട് മുമ്പ് 2004-2005 ആയിരുന്നെങ്കിൽ ഇപ്പൊ 2011-12 നോക്കുന്നത്. ഈ ബേസ് ഇയർ മാറ്റം എന്ന് പറയുന്നത് എക്കോണമിയിൽ ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യാണ്? ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ. അറിഞ്ഞിരിക്കാം. ബേസ് ഇയർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ 10 രൂപ വില ഉണ്ടായപ്പം 100 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 യൂണിറ്റ് എന്ന് പറയുന്നത് 1000 രൂപ ആണ് GDP. പിന്നെ 15 രൂപയായപ്പം 100 യൂണിറ്റ് തന്നെയാണ്, സെയിം യൂണിറ്റ് ആണ്. അപ്പോൾ 1500 ആണ്. അപ്പൊ അവിടെ തെറ്റ് കാണിക്കുന്നുണ്ട് അല്ലെ? വാല്യൂ നോക്കുമ്പോൾ നമുക്ക് തോന്നും ആ ഭയങ്കര പ്രൊഡക്ഷൻ കൂടി. പക്ഷെ പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ടോ? ഇല്ല. ഞാൻ അടുത്ത വർഷം നോക്ക്, യൂണിറ്റ് 20 രൂപയായി. അപ്പൊ വില 100 യൂണിറ്റ് ഉള്ളത് വീണ്ടും കുറയാണ് ചെയ്തത്, 80 യൂണിറ്റ് ആയി മാറിയുണ്ടോ. 80 × 20 1600 ഉണ്ടോ. അപ്പൊ ഇവിടെ ഇപ്പൊ കാണുമ്പോഴും വില കൂടി. 1600 500 100 കൂടിയില്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ യൂണിറ്റ് കൂടിയിട്ടുണ്ടോ? ഇല്ല. എത്രയേ ഉള്ളൂ? കുറയാ ചെയ്തത്. ഈ പ്രശ്നം ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ബേസ് ഇയറത്തെ വില എടുക്കും. അതാണ്ട് ബേസ് ഇയർ 2011-12 ആണെങ്കിൽ അന്നത്തെ വില ഒരു 5 രൂപയാണ് കണക്കാക്കുക. 5 രൂപയാണെങ്കിൽ അങ്ങനെ GDP കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ 100 യൂണിറ്റ് 5 ആകുമ്പോൾ 500. ഇവിടെ 100 യൂണിറ്റ് അപ്പൊ 5 ആകുമ്പോൾ വീണ്ടും 500. ഇവിടെ 80 യൂണിറ്റ് ആയി, അപ്പൊ 5 ആകുമ്പോൾ 400 ഉണ്ടോ. ഇപ്പൊ ഈ വർഷം കറക്റ്റ് മനസ്സിലാവും. 500-ന്ന് 500 മാറ്റില്ല പ്രൊഡക്ഷൻ, 500-ന്ന് 400 പ്രൊഡക്ഷൻ കുറഞ്ഞു. ആ കറക്റ്റ് നമുക്ക് മനസ്സിലാവുന്ന എന്ത് നോക്കുമ്പോഴാണ്? റിയൽ GDP-യിലാണ്. അവിടെ എന്ത് ചെയ്യണം? ബേസ് ഇയറും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കാറ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. ഞാൻ ജസ്റ്റ് കറന്റ് അഫയേഴ്സ് റിലേറ്റീവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ GDP എപ്പോഴും ഒരു പലപ്പോഴും എന്തായാലും വരാറില്ല വെരി ഗുഡ് മാർക്കറ്റ് ടു ദ മെഷർ ഡെവലപ്മെന്റ് ആയിട്ട് പറയാറില്ല. എന്തുകൊണ്ട്? GDP എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകാണ് കാണിക്കുന്നത്. അതെന്തെങ്കിലും എക്സ്റ്റേണാലിറ്റീസ് അത് കൺസിഡർ ചെയ്യാറില്ല. ഇപ്പൊ ക്രൈമോ, പൊല്യൂഷനോ, ഇനാക്വാലിറ്റിയോ, അങ്ങനത്തെ നാച്ചുറൽ റിസോഴ്സ് ഡിപ്ലീഷനോ ഒന്നും അത് കാൽക്കുലേറ്റ് ചെയ്യാറില്ല. അതാണ് GDP-നെ ഒരു നല്ല ഡെവലപ്മെന്റിന്റെ ഒരു മെഷറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാത്തതിന്റെ ഒരു കാരണം. രണ്ടാമത്തെ പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഒന്നും എന്ത് ചെയ്യാറില്ല? കൺസിഡർ ചെയ്യാറില്ല. മൂന്നാമത്തെ പറയുന്നത് സോഷ്യലി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഇതിൽ ഇൻക്ലൂഡ് ആവും. ഉദാഹരണമായിട്ട് ഇപ്പം ഒരു ക്രെയിൻ ക്രാഷ് ഉണ്ടായി അല്ലെ, നെഗറ്റീവ് സാധനമാണ്. അതിന്റെ എന്ത് ചെയ്യാണ്? റിപ്പയറിൽ സ്പെൻഡ് ചെയ്ത മണി GDP-യിലേക്ക് ഉൾപ്പെടുത്തും. നമ്മൾ നെഗറ്റീവ് കാര്യത്തിൽ ചെലവാക്കിയ പൈസയാണത്.
അല്ലെ, അതും ഉൾപ്പെടുത്തും. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ആസ്പെക്ട്സ് ലൈക്ക് ഹെൽത്ത്, ജനങ്ങളുടെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ ക്വാളിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൽ നോക്കാറില്ല. എത്ര വരുമാനം ഉണ്ട്, എത്ര പ്രൊഡക്ഷൻ ഉണ്ടെന്ന് മാത്രം നോക്കിയിട്ടാണ് GDP കണക്കാക്കുന്നത്. അപ്പൊ GDP മാത്രം നോക്കിയിട്ട് രാജ്യം യഥാർത്ഥത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടോ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാന് പറ്റൂല എന്ന് അറിഞ്ഞിരിക്കാം. അതാണ് ആ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ GDP കാൽക്കുലേഷനുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ഡാറ്റയാണ്, അൺഓർഗനൈസ് സെക്ടേഴ്സിന്റെ അക്കൗണ്ടിങ് ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് വർക്ക്, ഹൗസ് ഹോൾഡ് വർക്ക് പോലത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അത് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അത് ഓൾറെഡി നേരിടുന്നുണ്ട്. അതാണ് ആ ന്യൂസുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും അറിയേണ്ട കാര്യങ്ങൾ. രണ്ടാമത്തെ ന്യൂസ് ഉണ്ടായിരുന്നത് നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. മൾട്ടി ഡയമെൻഷണൽ, ഒരു ഡയമെൻഷനിൽ മാത്രമല്ല മൾട്ടി ഡയമെൻഷനിൽ ചിന്തിക്കുന്നതാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് പറയുന്നത്. ഇന്ത്യ നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നീതി ആയോഗാണ് റിലീസ് ചെയ്യുന്നത് കേട്ടോ, 2005-6 മുതൽ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് യൂസ് ചെയ്യുന്ന നാഷണൽ മൾട്ടി പോവർട്ടി ഇൻഡെക്സ് ആണ്. അപ്പൊ അതിലെ കീ ഫൈൻഡിങ്സ് എന്തൊക്കെയാ നോക്കാം. ഒന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ഡിക്ലൈൻ പറയുന്നുണ്ട്. സ്റ്റീപ്പ് ഡിക്ലൈൻ ഇൻ ദ പോവർട്ടി ഹെഡ് കൗണ്ട് റേഷ്യോ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്ലൈൻ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മുമ്പ് 29.17% ഉണ്ടായിരുന്നതിൽ 11.23% കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിക്ലൈൻ ആണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് 24 കോടി ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ലാസ്റ്റ് 9 വർഷത്തിൽ. ഇന്റൻസിറ്റി ഓഫ് പോവർട്ടി എന്ത് തന്നെയാണ്, കുറഞ്ഞു വരികയാണ്. ഓക്കെ, അറിഞ്ഞിരിക്കാം. അത് തന്നെ ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, ഒഡീഷ, രാജസ്ഥാനിലൊക്കെ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ ഫാസ്റ്റസ്റ്റ് റിഡക്ഷൻ നമുക്ക് കാണാൻ പറ്റുക. ഓൾ 12 ഇൻഡിക്കേറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് റിഡക്ഷൻ ഉണ്ടായിട്ടുണ്ട്, അറിഞ്ഞിരിക്കാം കേട്ടോ. അതിൽ തന്നെ കുക്കിംഗ് ഫ്യൂവലും ഹൗസിംഗ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, highest ഡിപ്രൈവേഷൻ ഉണ്ടായിട്ടുണ്ട്, അറിഞ്ഞിരിക്കാം. പിന്നെ ചൈൽഡ്, അഡൾട്ട്സ് ആൻഡ് മോർട്ടാലിറ്റി, ഇലക്ട്രിസിറ്റി, ബാങ്ക് അക്കൗണ്ട് ഒക്കെ എന്ത് ചെയ്യുന്നത്, അതാണ് ലോവസ്റ്റ് ഡിപ്രൈവേഷൻ ലെവലിലുള്ളത്. അപ്പൊ ഇന്ത്യ ഏത് ട്രാക്കിലാണ്, നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള് ടാർഗറ്റ് 1.2, അതെന്തായാലും പറയുന്നത് റെഡ്യൂസിങ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഹാഫ് ആയിട്ട് കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട്. ആ ഒരു ട്രാക്കിലാണ് ഇന്ത്യ ഉള്ളത്. ഇതൊക്കെയാണ് ഇതിന്റെ ഫൈൻഡിങ്സ് ആയിട്ട് പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിന്റെ. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ STJ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ 17 ഉണ്ട്. ആ 17 ഗോൾ ഏതാന്നുള്ളത് എന്ത് ചെയ്യാണ്, പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പം നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2021 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേന്റെ 4ന്റെ ബേസിലുള്ള ഡാറ്റ ഉപയോഗിച്ചാണ് അത് തയ്യാറാക്കിയതെന്ന് അറിഞ്ഞിരിക്കുക. ഗവൺമെന്റ് ഗ്ലോബൽ ഇൻഡിക്കേറ്റേഴ്സ് റിഫോംസ് ആൻഡ് ഗ്രോത്ത് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. നീതി ആയോഗാണ് എന്ത് ചെയ്യുന്നത്, നോഡൽ ഏജൻസി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മെത്രോളജി എന്ന് പറയുന്നത് ഇന്ത്യസ് നാഷണൽ MPA എന്ന് പറയുന്നത് ഈ അൽക്കെയർ ഫോസ്റ്റർ മെത്രോളജിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, AF എന്ന് പറയും. അത് ഇതുമായി ബന്ധപ്പെട്ടാന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ചില സബ് ഇൻഡെക്സസ് വരുന്നുണ്ട്, ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി, നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നീതി ആയോഗവും ഇന്റർനാഷണൽ ലെവലിൽ വേറൊരു ഓർഗനൈസേഷനാണ്, നമുക്ക് നോക്കാം. ഇതിന്റെ സബ് ഇൻഡെക്സ് ആയിട്ട് വരുന്നതാണ് ഹെഡ് കൗണ്ട് റേഷ്യോ. അത് എത്ര ആളുകൾ പുവർ ആണെന്ന് കാണിക്കുന്നതാണ് കേട്ടോ. പ്രൊപ്പോർഷൻ ഓഫ് ദി മൾട്ടി ഡയമെൻഷനലി പുവർ പോപ്പുലേഷൻ എങ്ങനെ കിട്ടുന്നത്, ബൈ ഡിവൈഡിങ് ദ നമ്പർ ഓഫ് ദി മൾട്ടി ഡയമെൻഷനലി പുവർ പേഴ്സൺസ് ബൈ ദ ടോട്ടൽ പോപ്പുലേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ്. പിന്നെ ഇന്റൻസിറ്റി ഓഫ് ദി പോവർട്ടി ഉണ്ട്, എത്രത്തോളം പുവർ ആണെന്ന് കാണിക്കുന്നതാണ്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് കാണിക്കുക, ദ വെയിറ്റഡ് ഡിപ്രൈവേഷൻ സ്കോർസ് ഓഫ് ദി ഓൾ പുവർ പീപ്പിൾ എന്ത് ചെയ്തിട്ടുണ്ട്, സം ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ദി പുവർ പീപ്പിൾ ആയിട്ട് ഡിവൈഡ് ചെയ്ത, അപ്പൊ എത്രത്തോളം ഇന്റൻസിറ്റി ഉണ്ട് കാണിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് വാല്യൂ എങ്ങനെ കിട്ടുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുക ഹെഡ് കൗണ്ട് റേഷ്യോ ഉം ഇന്റൻസിറ്റി ഓഫ് പോവർട്ടി ആയിട്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അത് കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ അതിന്റെ സബായിട്ട് വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ജസ്റ്റ് എങ്ങനെ കിട്ടുന്നതെന്ന് അറിഞ്ഞിരുന്നാല് നല്ലതാണ്. ഇതിൽ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള, ഇപ്പൊ മൾട്ടി ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ പോവർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഫുഡ് കിട്ടാക്കണ മാത്രമല്ല പോവർട്ടി, ഭക്ഷണം കിട്ടാത്തത്, വസ്ത്രം കിട്ടാത്തത്, നല്ല വിദ്യാഭ്യാസം കിട്ടാത്തത്, ഹെൽത്ത് ഫെസിലിറ്റീസ് കിട്ടാത്തത് ഒക്കെ പോവർട്ടിയിൽ ഉൾപ്പെടുത്തും. അതാണ് മൾട്ടി ഡയമെൻഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്, 10 ഒറിജിനൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ
ചില ആഡഡ് 2 ഇൻഡിക്കേറ്റേഴ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മെറ്റേണൽ ഹെൽത്തും ബാങ്ക് അക്കൗണ്ടും അതിലേക്ക് ആഡ് ചെയ്താണ്. അപ്പം ഇൻഡിക്കേറ്റേഴ്സ് ഡയമെൻഷൻ, ഒന്നാമത്തെ ഹെൽത്ത് എന്നുള്ള ഡയമെൻഷനിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെ? ന്യൂട്രീഷൻ 1/3 അതിന്റെ പോയിന്റ് കിട്ടുക ഹെൽത്ത് എന്നാണ്. അതിൽ തന്നെ ഏതൊക്കെ ഉണ്ട്? ന്യൂട്രീഷൻ. അതിന് 6 പോയിന്റോളം വരുന്നുണ്ട്. അതാണ് 1/6 അങ്ങനെ ആക്കിയിട്ട് ന്യൂട്രീഷൻ ഉണ്ട്. ന്യൂട്രീഷൻ ചെക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മരുന്ന് ചൈൽഡ് അഡോളസെന്റ് മോർട്ടാലിറ്റി നോക്കും, മെറ്റേണൽ ഹെൽത്ത് നോക്കും. ഓക്കെ, അറിഞ്ഞിരിക്കാം. രണ്ടാമത്തെ ടോപ്പ് ഇത് എന്ന് പറയുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ നോക്കുന്നത് എന്തൊക്കെയാണ്? ഇയർ ഓഫ് സ്കൂളിംഗ് എത്ര ഉണ്ട്, സ്കൂൾ അറ്റൻഡൻസ് എത്ര ഉണ്ട്, അതിന് പകുതിയും വെയിറ്റേജ് കൊടുത്തിട്ട്. പിന്നെ മൂന്നാമത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്നുള്ളതാണ്. അതിൽ കുക്കിംഗ് ഫ്യൂവൽ ഉണ്ടോ, സാനിറ്റേഷൻ ഉണ്ടോ, ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടോ, ഇലക്ട്രിസിറ്റി ഉണ്ടോ, ഹൗസിംഗ് ഉണ്ടോ, അസെറ്റ്സ് ഉണ്ടോ, ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ, ഈ രീതിയിൽ. അപ്പൊ പുതിയ വന്ന 2 സാധനം ഉണ്ടല്ലോ, ബാങ്ക് അക്കൗണ്ട്. അപ്പൊ അതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ നമ്മൾ ഇല്ലാന്ന് കരുതും. അത് ജസ്റ്റ് നോക്കിയാൽ മെറ്റേണൽ ഹെൽത്ത് 2 സാധനം അതിലേക്ക് ആഡ് ചെയ്താണ് പറഞ്ഞിരിക്കാം. ഇത് ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതും മനസ്സിലാക്കിയാണ്. ഉള്ളത് ഏതൊക്കെ, ഇല്ലാത്ത ഏതൊക്കെ? പെർ ക്യാപിറ്റ ഇൻകം ഇല്ല, ലിറ്ററസി റേറ്റ് ഇല്ല, ലൈഫ് എക്സ്പെക്ടൻസി ഇല്ല. അതൊന്നും മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ ഇൻക്ലൂഡ് അല്ല എന്ന് അറിഞ്ഞിരിക്കുക. അതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ നോക്കുന്നുണ്ട്, പക്ഷെ ഇത് നോക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഗ്ലോബൽ ലെവലിൽ നടക്കുന്നുണ്ട്. ഗ്ലോബലാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് 2023. ഇത് റിലീസ് ചെയ്യുന്ന ആരാണ്? UNDP ആണ് പ്രധാനമായിട്ട്. UNDPയും പ്ലസ് ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് എന്നുള്ളതും കൂടിയാണ് 2010 മുതൽ ഇവർ ഇറക്കുന്നുണ്ട്. അതിൽ 10 ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത്. 110 കൺട്രീസോളം നോക്കാറുണ്ട്. ഏകദേശം 1.1 ബില്യൺ എന്താണ് മൾട്ടി ഡയമെൻഷനലി പൂർ ആണെന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്നത്. പിന്നെ ഇയർലി 2/3 ഓഫ് ദി ഓൾ പൂർ, അതായത് 730 മില്യൺ ആളുകൾ എന്താണ് മിഡിൽ ഇൻകം കൺട്രീസിലോ അല്ലെങ്കിൽ ലോ ഇൻകം കൺട്രീസിലോ ആണോ ഉള്ളത്? മിഡിൽ ഇൻകം കൺട്രീസിലുണ്ടോ? ലോ ഇൻകം കൺട്രീസിൽ ഏകദേശം 10% ഉള്ളൂ എന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ കൂടുതൽ ആളുകളും മിഡിൽ ഇൻകം കൺട്രീസിലാണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് വേൾഡ് ലെവലിൽ അത് റിലീസ് ചെയ്യുന്നത് ആരാണ്? UNDP ആണെന്ന് അറിഞ്ഞിരിക്കുക. അതാണ് അതിൽ പ്രധാനമായിട്ടും അറിയേണ്ട കാര്യം. ഓക്കെ ആണോ? അതാണ് രണ്ടാമത്തെ ന്യൂസ് ഉണ്ടായിരുന്നത്. മൾട്ടി ഡയമെൻഷനലി പോവർട്ടി ഇൻഡെക്സ്, നീതി ആയോഗ് നാഷണൽ ലെവലിൽ, ഇന്റർനാഷണൽ ലെവലിൽ UNDP. അടുത്ത ന്യൂസ് ഉണ്ടായിരുന്നതാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, DBT എന്ന് പറയും. ന്യൂസ് വരാൻ കാരണം ഏകദേശം നമുക്ക് 2.73 ലക്ഷം കോടി എന്ത് ചെയ്തിട്ടുണ്ട്, തുക നമ്മൾ സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ. ഓക്കെ, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പെറൻസി. എന്താ അതിന്റെ ഒബ്ജക്റ്റീവ്? എന്താണ്? ബ്രിങ് ട്രാൻസ്പെറൻസി. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമുക്ക് ഈ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലീക്കേജ് ഒഴിവാക്കുക എന്നുള്ള അതിന്റെ ഒരു ഉദ്ദേശമാണ്. 2013 ലോഞ്ച് ചെയ്ത് കുറച്ച് സ്റ്റേറ്റ്സിൽ, പിന്നെ 2014 രാജ്യം മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് പ്രകാരം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ മുമ്പൊക്കെ ഒരു ക്യാഷ് നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്യണം, ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് ഒപ്പിട്ട് ഇതാക്കിയൊക്കെ വാങ്ങണം. ഇപ്പൊ അതില്ല, നേരിട്ട് നിങ്ങൾ അക്കൗണ്ടിലോട്ട് അവിടെ വരും. അതാണ് സംഗതി. പിന്നെ നോഡൽ ഏജൻസി എന്ന് പറയുന്ന DBT മിഷൻ, ക്യാബിനറ്റ് സെക്രട്ടറി, 2 സെക്രട്ടറി, കോർഡിനേഷൻ, പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റിന്റെ കീഴിലാണ് അതിലൂടെയാണ് പോകുന്നത്. ആധാർ റിക്വയർമെന്റ് ഉണ്ടോ? ഇല്ല. ആധാർ മാൻഡേറ്ററി അല്ല. അപ്പൊ ആധാർ ഇല്ലാത്തവർക്കും എന്ത് ചെയ്യും, ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടും എന്നറിഞ്ഞിരിക്കാം. ചില കീ എനേബിളേഴ്സ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള. ഒന്ന് ജാം എന്ന് പറയുന്നതാണ്, ജൻധൻ ആധാർ മൊബൈൽ ട്രൈനിറ്റി ആണ് കേട്ടോ. പിന്നെ ഇപ്പൊ ലീക്കേജ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി. പിന്നെ ബിസിനസ് കറസ്പോണ്ടന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കുന്നുണ്ട്, ഡോർ സ്റ്റെപ്പിൽ കിട്ടാൻ വേണ്ടി. പേയ്മെന്റ് ബാങ്കുകൾ ഫിനാൻഷ്യൽ സർവീസിലോട്ട് പെനട്രേഷൻ കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മൊബൈൽ മണി, ഓക്കെ, കോംപ്രഹെൻസീവ് എക്കോസിസ്റ്റം ഫോർ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് മൊബൈൽ പ്ലാറ്റ്ഫോം ഒക്കെ ആധാർ ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ വരുന്ന ഗവൺമെന്റ് സ്കീമുകളൊക്കെ ജനങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ മറ്റുള്ള ഏജൻസിയിലൂടെ കൊടുക്കാതെ ഡയറക്റ്റ് അക്കൗണ്ടിലോട്ട് കൊടുക്കുക. ഇപ്പൊ ഇതിന്റെ കീഴിൽ വരുന്ന സ്കീംസ് നോക്ക്, MGNREGA, NCAP ഒക്കെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്, ഇതിലൂടെ നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആശാ വർക്കേഴ്സിന് അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെയുള്ള വർക്കേഴ്സ് തുടങ്ങിയ എല്ലാ സ്കീംസിലോട്ടും ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ എന്താണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ? അത് മെയിൻസ് ഓറിയന്റഡ് ആയിട്ടും കൂടി വരുന്നതാണ് കേട്ടോ. മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെ, SHGs. റീസെന്റ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്കിൽ ഡെവലപ്മെന്റ് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് 2 കോടി സ്ത്രീകൾക്ക്. ഏത് സ്കീം ഏതാണ്? ലാഖ്പതി ദീദി കേട്ടോ. ലക്ഷത്തോളം ആൾക്കാർക്ക് കൊടുക്കാനുള്ള സ്കീമാണ്, അതാണ് ലാഖ്. ആ സ്കീം എന്തുമായി ബന്ധപ്പെട്ടാന്ന് അറിഞ്ഞിരിക്കണേ, സ്കിൽ ഡെവലപ്മെന്റ് ആണ് ലാഖ്പതി.
ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലാക്ക് ആളുകൾക്ക്, സ്ത്രീകൾക്ക് എന്ത് ചെയ്യാണ്, നമ്മള് സ്കിൽ കൊടുക്കാന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ലഖ്പതി സ്കീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2023 ലോഞ്ച് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കീഴിലാണ് വരുന്നത്, മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, റൂറൽ SHG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന് എന്ത് ചെയ്യണം, അവർക്ക് സ്കില്ല് കൊടുത്തിട്ട് പെർ ആനം 1 ലക്ഷമെങ്കിലും അവർക്ക് ഏൺ ചെയ്യാൻ പറ്റണം. വുമൺ ലെഡ് ഡെവലപ്മെന്റ് അപ്രോച്ച് ആണ്. ആക്ടിവിറ്റീസ് കവർ ചെയ്യുന്നതെന്ന് പറയുന്നത് പ്ലംബിംഗ്, LED ബൾബ് മേക്കിംഗ്, ഓപ്പറേറ്റിംഗ് ആൻഡ് റിപ്പയറിംഗ് ഡ്രോൺസ്, അങ്ങനത്തെ കുറച്ചുള്ള സ്കില്ലുകൾ എന്ത് ചെയ്യുക, സ്ത്രീകൾക്ക് ഉണ്ടാക്കുക. 1 ലക്ഷം ആളുകൾക്ക് സ്കില്ല് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാം ആണെന്ന് അറിഞ്ഞിരിക്കുക. സോ 1 ലക്ഷം അവർക്ക് ഒരു വർഷം ഏൺ ചെയ്യാൻ വേണ്ടി 2 കോടി ആളുകൾക്കാണ് കൊടുക്കുന്നത് കേട്ടോ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ഫിനാൻഷ്യൽ ഇതെന്ന് പറയുന്നത് വില്ലേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി കമ്മിറ്റിയാണ്. യൂഷ്വലി ഒരു 10 മുതൽ 20 വരെ ലോക്കൽ സ്ത്രീകളാണ് ഉണ്ടാവുക. ഇത് വോളണ്ടറി ആണ്, അല്ല നിർബന്ധമായിട്ട് കൂടേണ്ടതൊന്നല്ല. ഏകദേശം ഇന്ത്യയിൽ എന്ന് പറയുന്നത് 1.2 crore സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതിൽ 88% സ്ത്രീകൾ ആണ് ബേസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടുള്ള ഒരുപാട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളത് ഒന്ന് നിങ്ങൾക്ക് അതിന്റെ പരിചയമായിരിക്കും, കുടുംബശ്രീ അല്ലെ. കുടുംബശ്രീ എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ആയിരിക്കും. അപ്പൊ ഒരു ഏരിയയിൽ, ഒരു വാർഡിലുള്ള ഒരു 10-20 സ്ത്രീകൾ കൂട്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കൂട്ടായ്മ, അതാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയാൻ കാരണം അവർ പരസ്പരം കണ്ടുകൊണ്ട് സഹായിക്കും. ഇപ്പൊ അതിലെ അവർ ചെറിയ എമൗണ്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് ബാങ്കിലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും, സ്വരൂപിക്കും. എന്നിട്ട് അതിൽ ഒരു മെമ്പർക്ക് എന്തെങ്കിലും പൈസ ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അത് കടായിട്ട് കൊടുക്കും. ആ രീതിയിൽ മെമ്പർ എന്ത് ചെയ്താൽ മതി, കുറച്ചായിട്ട് തിരിച്ചടച്ചാൽ മതി. ആ രീതിയിലാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ ജീവിക ബീഹാറില്, മഹിള ആർച്ചിക് വികാസ് മഹാമണ്ഡൽ മഹാരാഷ്ട്രയില്, ലൂംസ് ലഡാക്കില്, ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടാന്ന് അറിഞ്ഞിരിക്കട്ടോ. ജീവിക ബീഹാറിലെ ഒരു ജീവൻ വെക്കുക, സ്ത്രീകൾക്ക് ജീവൻ ഉണ്ടാവാൻ വേണ്ടി ചെയ്തു നോക്കാൻ ആലോചിച്ചാൽ നമ്മൾ ചെയ്ത് ഓർത്തിരിക്കാനാണ്. മഹിള ആർച്ചിക് ആണ് എവിടെ, മഹാരാഷ്ട്രയില്. ഗ്രൂപ്പ് റെസ്പോൺസിബിലിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പായിട്ട് റെസ്പോൺസിബിലിറ്റി എടുക്കുക. ഇപ്പൊ ഇവർ ഗ്രൂപ്പായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇവർക്ക് ലോണൊക്കെ ബാങ്ക് കിട്ടും. ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടുന്നേക്കാളും ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ലോണൊക്കെ ബാങ്ക് കിട്ടും. കാരണം എന്താ, ഗ്രൂപ്പാണല്ലോ, ഒരാൾ അടച്ചില്ലാലും ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, ശ്രദ്ധ ഉണ്ടാവുന്ന രൂപത്തിൽ ലോൺ കൊടുക്കും. അതെ, വലിയ ലോണല്ല, ചെറിയ ലോൺ. ഇപ്പൊ ഗ്രൂപ്പായിട്ട് ഒന്നുകൂടി ലോൺ കിട്ടാനൊക്കെ എന്ത് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്ന മനസ്സിലാക്കി വെക്കാം. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് അറിയേണ്ടത്. പിന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ, അതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, ഒന്ന് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉണ്ടാക്കും, വിമൺ എംപവർമെന്റ് സ്ഥാപിക്കും. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഏകദേശം 100 മില്യൺ ഹൗസ് ഹോൾഡ് കവർ ചെയ്യുന്നുണ്ട്. വിമൺ എംപവർമെന്റ്, അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിംഗ് നടക്കും, ഫിനാൻഷ്യൽ ലിറ്ററസി ഒക്കെ കൂടും, പോവർട്ടി ഇല്ലാതാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താ, സേവിങ്സ് ഇൻകം ഒക്കെ കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, ഇൻഫോർമൽ ലോൺസിന്റെ ഷെയർ ഒക്കെ വളരെ 20% കൊടുക്കും. ഇപ്പൊ നമ്മള് മണി ബ്ലേഡാരുടെ അടുത്തൊക്കെ കാശ് വാങ്ങുന്ന ഒഴിവാക്കാം. ബാങ്കിൽ തന്നെ ഇവർക്ക് എന്ത് ചെയ്യും, ഗ്രൂപ്പ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് ബാങ്കിലൂടെ തന്നെ ലോൺ കിട്ടും. അതൊക്കെ അതിന്റെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാവുന്നതാണ്. ഓക്കെ, അതാണ് അതിൽ അറിയേണ്ട കാര്യം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ. പിന്നെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് സ്ത്രീകൾക്ക്, ഇപ്പൊ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അതിന് ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഏതൊക്കെയാണ്, ഒന്നെന്ന് പറയുന്നത് ദീൻ ദയാൽ അന്ത്യോദയ യോജന. ഓക്കെ, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആണ്. റൂറൽ പുവർ വിമൺ ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. പിന്നെ സ്റ്റാർട്ടപ്പ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാം ഉണ്ട്, 2016 മുതൽ വരുന്നതാണ്. ഇതിന്റെ കീഴിൽ വരുന്ന സബ്സെറ്റ് ആണ് നേരത്തെ ദീൻ ദയാലിന്റെ. എന്റർപ്രൈസ് സെറ്റപ്പ് ചെയ്യുക നോൺ ഫാം സെക്ടേഴ്സിൽ. മഹിളാ കിസാൻ ശാക്തീകരൺ പരിയോജന ഉണ്ട്. വിമൺ എന്ത് ചെയ്യുക, അഗ്രികൾച്ചർ സിസ്റ്റമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവരെ എംപവർ ചെയ്യുക എന്നുള്ളതാണ്. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന ഉണ്ട്. എന്ത് ചെയ്യാണ്, സ്കില്ലിംഗ് നടത്താൻ വേണ്ടിയുള്ളതാണ്. കൗശല്യം, ഒരു കൗശലം പഠിപ്പിക്കാന്ന് വെച്ചാൽ സ്കില്ല് പഠിപ്പിക്കുക. വിമണീയ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ എന്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ഗവൺമെന്റ് ഇ മാർക്കറ്റിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ വിമൺ എന്റർപ്രണേഴ്സിനും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനൊക്കെ എന്ത് ചെയ്യാണ്, ജം പോർട്ടലിലൊക്കെ കൂടുതലായിട്ട് ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസിലൊക്കെ എന്ത് ചെയ്യുക, അവരുടെ പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ സെൻട്രൽ സെക്ടർ സ്കീം ഉണ്ട്, ഡ്രോൺസ് ടു വിമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന് കൊടുക്കുന്നതാണ് കേട്ടോ. അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയാണ്. ഇതൊക്കെയാണ് അതിൽ വരുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന മറ്റുള്ള സ്കീംസുകൾ. മറ്റേ ഇതേപോലത്തെ ഒരു പ്രോഗ്രാമിനാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ബാങ്ക് ലിങ്കേജ് പ്രോജക്റ്റ് ഉണ്ട്. ഓക്കെ, ഏകദേശം ആസ് പെർ ദ റൂറൽ
മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഇത് പ്രകാരം ബാങ്ക് അക്കൗണ്ട് ലോൺസ് ഏകദേശം 7.68 ലക്ഷം കോടി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, 2013-14 മുതൽ. അപ്പൊ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ബാങ്ക് ലിങ്കേജ് എന്ന് പറയുന്നത് ഒരു സേവിങ്സ് ലെഡ് മൈക്രോ ഫിനാൻസ് മോഡലാണ്. നെബാർഡാണ് കൊണ്ടുവന്നത് 1992-ലാണ്. എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്ത് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ക്രെഡിറ്റ് ഒക്കെ ഒരു സബ്സിഡൈസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ്, കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ അവർക്ക് എന്ത് ചെയ്യും, ലോണും കൂടി കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കോമ്പണൻസ് ഉണ്ട്. ട്രെയിനിങ് കൊടുക്കുക ബാങ്ക് മാനേജേഴ്സിനെ, ട്രെയിനിങ് ആൻഡ് പൊസിഷനിങ് ദ ബാങ്ക് സക്കീസ് എന്ന് പറയും റൂറൽ ബാങ്ക് ബ്രാഞ്ചസിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ് കമ്മ്യൂണിറ്റി ബേസ്ഡ് റീപേയ്മെന്റ് മെക്കാനിസം ഉണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ലിങ്കേജ് ഒക്കെ ഇതിന് കോമ്പണൻസ് ആയിട്ട് വരുന്നതാണ്. 2-3 ഫേസ് ആയിട്ട് ചെയ്യുന്നുണ്ടോ. 1990 മുതൽ 2005 വരെ ഒരു ഫേസ് ആണ്. നെബാർഡ് ആയിരുന്നു അതിന്റെ ഇത് മെയിൻ ആയിട്ടുണ്ടായത്. ഫേസ് 2 2006 മുതൽ 12 വരെയാണ്. എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽ ടു ഗ്രൂപ്പ് ഓറിയന്റഡ് ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ഫേസ് 3 2012 മുതലാണ് അത് NRLM-ന്റെ കീഴിലാണ് വരുന്നത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഇതിന്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് മൈക്രോ ഫിനാൻസ് എന്നുള്ളതാണ്. മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് ഇപ്പൊ റീസെന്റ് റിപ്പോർട്ട് എന്താണ്, മൈക്രോ മാറ്റേഴ്സ് മൈക്രോ വ്യൂ എന്നുള്ളതാണ്. മൈക്രോ ഫിനാൻസ് ഇൻഡസ്ട്രി നെറ്റ്വർക്ക് ആണ് എന്ത് ചെയ്തത്, പുറത്തിറക്കിയത്. ഇതെന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ആണ്, നോൺ ബാങ്ക് ഫിനാൻസ് കമ്പനിയുടെയും മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ ഒരു അസോസിയേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ പോലെ തന്നെ ഇത് മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കി വെക്കുക. മൈക്രോ ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സർവീസസ് കൊടുക്കുക, ഇങ്ങോട്ട് പ്രൊവൈഡ് ടു ലോ ഇൻകം ഇൻഡിവിജ്വൽസിന് കൊടുക്കുക, ലോ ഇൻകം ഇൻഡിവിജ്വൽസിനോ ഗ്രൂപ്പ്സിനോ കൊടുക്കുക. അവരെന്ന് പറയുന്നത് പൊതുവെ ഹു ആർ ടിപ്പിക്കലി എക്സ്ക്ലൂഡഡ് ഫ്രം ദ ട്രഡീഷണൽ ബാങ്കിങ്. മറ്റുള്ള ബാങ്കിങ് ഒന്നും അവർക്ക് കാണിക്കാൻ അസറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ലോണൊന്നും അവിടെ കിട്ടൂല. അപ്പൊ അത്തരം ആളുകളിലേക്ക് എന്താണ്, ലോ ഇൻകം ഇൻഡിവിജ്വൽസിലോട്ടും ഗ്രൂപ്പിലോട്ടും എന്ത് ചെയ്യാം, ഈ സർവീസ് ഫിനാൻഷ്യൽ സർവീസ് എത്തിക്കുന്നതിനെ പറയുന്ന പേരാണ് മൈക്രോ ഫിനാൻസ്. മൈക്രോ ഫിനാൻസ് സർവീസ് ചെറിയ പൈസ കൊടുക്കാന്നുള്ളതല്ല, അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ അത് മൈക്രോ ഫിനാൻസ് എന്താന്നുള്ളതൊക്കെ ചിലപ്പോൾ ചോദിക്കാം. മെയിൻസിലൊക്കെ എന്തായാലും മൈക്രോ ഫിനാൻസ് എന്നുള്ള ടോപ്പിക് വരുന്നതാണ്. ഫിനാൻസ് റെഫേഴ്സ് ടു ദ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡഡ് ടു ദ ലോ ഇൻകം ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് who are typically excluded from the traditional banking എന്താണ്, വിട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട കുറഞ്ഞ ഇൻകമുള്ള ഗ്രൂപ്പുകളിലോട്ടും വ്യക്തികളിലോട്ടും എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ സർവീസ് എത്തിക്കുന്നതിന് പറയുന്ന പേരാണ് മൈക്രോ ഫിനാൻസ്. ഇതിന്റെ ചില ഫൈൻഡിങ്സ് ഉണ്ട്. NBC NFC ഫോളോഡ് ബൈ ബാങ്ക്സ് ആർ ദ ലാർജർ പ്രൊവൈഡർ ആണ് മൈക്രോ ക്രെഡിറ്റ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോ ഫിനാൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് NPA എന്ന് പറയും, കിട്ടാക്കണം, അത് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. 5.6% 2.7% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയർ ഓഫ് ദി ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് കുറവാണ് കേട്ടോ. ഫെൽ ടു 34.9% ആണ് ഉള്ളത്. അതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ടോപ്പിക്കിലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രോസ് ഡൊമസ്റ്റിക് GDP എസ്റ്റിമേഷൻ, നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഫിസ്ക്കൽ പോളിസി. ഗവൺമെന്റിന്റെ പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയാം. RBI ഇറക്കുന്ന പോളിസിനാണ് മോണിറ്ററി പോളിസി പറയാം. ഫിസ്ക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ് ഫിനാൻസ്, പബ്ലിക് ഡെപ്റ്റ്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, ഡേറ്റഡ് സെക്യൂരിറ്റീസ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ടാക്സ് ബേസ് വൈഡൻ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം, ക്ലിയർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ മുമ്പത്തെ ക്ലാസ്സുകൾ, പൊളിറ്റിയുടെ ഒക്കെ ക്ലാസ്സുകൾ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് എടുത്ത് കാണാൻ വേണ്ടി തുടങ്ങാം, വിട്ടുപോകരുത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ലൈവ് ക്ലാസ് ഓൾറെഡി നടക്കുന്നുണ്ട്. പിന്നെ അത് യൂട്യൂബിൽ തന്നെ, ഈ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. കാണാത്ത ആളുകൾ കാണുക, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാവുന്നതാണ്. അതുപോലെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഉടനെ ലഭിക്കുന്നതായിരിക്കും. മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ഇൻഡിവിജ്വൽ മെന്റർ സഹായത്തോടുകൂടി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുള്ള നമ്പർ 8590840250 എന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡയറക്റ്റ് മെന്റർഷിപ്പ് തരുന്ന പ്രോഗ്രാമാണ്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ശരി, അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.